അടുത്തതായിട്ട് എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി മാഞ്ചസ്റ്റർ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. യു കെയിലെ ആദ്യത്തെ സഭയാണ് എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി മാഞ്ചസ്റ്റർ. അവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയ. മീൻ ടൈം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നവർ റെഡി ആയിട്ട് നിൽക്കണം. നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വേണമെങ്കിൽ കടന്നു വരാം. ഓക്കെ, താങ്ക് യു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഞാൻ 2006 യു കെയിലേക്ക് കടന്നു വരുവാനിടയെത്തിയത്. ഞാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരു കൂടിവരവുണ്ടായിരുന്നു. പക്ഷേ വൺസിൻ്റെ മന്ത് അത് 3rd സാറ്റർഡേ ആയിരുന്നു അന്നത്തെ കൂടിവരവുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 2010 ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം കൂടി ചേർന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു മുഖാന്തരം 2010 ഒരു കൂടിവരവ് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് വളരെ ചുരുക്കം പേരായിട്ടാണ് ഞങ്ങൾ അവിടെ ആ ആരാധന തുടങ്ങിയത്. എന്നാൽ നമുക്കറിയാം, അതിനുശേഷം പലരും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പലരും കടന്നു വരികയും അസംബ്ലികളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള ശുശ്രൂഷകൾ നടക്കുവാനും വളരെയധികം പേര് കടന്നു വരുവാനും ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ആ സ്ഥലം തികയാതെ വന്നു. ഏകദേശം ഇപ്പോൾ ഒരു 160-170 പേരോളം ഞങ്ങളുടെ സഭാ ഹാളിൽ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഒരു 45 ഫാമിലിയോളം ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ കൂടി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവം ധാരാളമായിട്ട് സഹായിച്ചു. ഞങ്ങളുടെ സഭയായിട്ടുള്ള ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ സൺഡേയിലും വർഷിപ്പ് മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് 1 മണിക്കൂർ സമയം സെൻട്രൽ സ്കൂളും തുടർന്നുള്ള ആ സമയത്ത് പ്രായമുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും ബൈബിൾ ക്ലാസ്സും നടത്തുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്ക് വർഷിപ്പ് മീറ്റിംഗ് ആണ്. അത് തുടങ്ങുന്നത് 4 മണി മുതൽ ഞങ്ങൾക്ക് ഏകദേശം 7:30 വരെയുള്ള സമയത്താണ് ഈ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് സെൻട്രൽ സ്കൂളിനോടൊപ്പം തന്നെ സാറ്റർഡേയിൽ ഞങ്ങൾ ഒരു ഓൺലൈൻ സെൻട്രൽ സ്കൂൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സെൻട്രൽ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത പിള്ളേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല അത് വിശ്വാസികളല്ലാത്തവരുടെ കുഞ്ഞുങ്ങൾ അവരും കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യുവാനും ആ രീതിയിൽ ദൈവം സഹായിച്ചു. കൂടാതെ എല്ലാ സൺഡേയിലും മോർണിംഗിൽ ഞങ്ങൾക്ക് ഒരു ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് ട്രാക്ട് കൊടുക്കുന്നു. ആ ശുശ്രൂഷ ഈ കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹമായിട്ട് നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. കൂടാതെ സഭയിൽ മറ്റ് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. എല്ലാ മാസത്തിൽ ഒരു ആഴ്ചയും ഒരാഴ്ച സാറ്റർഡേയിൽ സിസ്റ്റേഴ്സ് മീറ്റിങ്ങുമായിട്ടുമുണ്ട്. ആ സമയങ്ങളിൽ തന്നെ അതിനുശേഷമുള്ള സമയത്ത് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സും ഉണ്ട്. ഈ രീതിയിലുള്ള മീറ്റിങ്ങുകളാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ തേഴ്സ്ഡേയിൽ ഞങ്ങൾക്ക് ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട്. ഇത്രയും ശുശ്രൂഷകളാണ് ഞങ്ങൾ സഭയായിട്ട് കൂടി വന്ന് ചെയ്യുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സഭയുടെ ചുമതലയിൽ നാട്ടിലുള്ള 10 സഹോദരന്മാർ, നോർത്ത് ഇന്ത്യയിലുള്ള 10 സുവിശേഷകരെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ദൈവം കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു. ആ രീതിയിലുള്ള ശുശ്രൂഷയും ചെയ്തു വരുന്നു. മാത്രമല്ല പല സഹോദരന്മാർക്കും നാട്ടിൽ അത്യാവശ്യം ഉള്ള സഹോദരന്മാർക്ക് ഞങ്ങൾ സഭയായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ സഹായങ്ങളെല്ലാം ചെയ്യുവാനും വലിയവനായി ദൈവം സഹായിച്ചു. ഇന്ന് ഈ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും സഭയായിട്ട് ഞങ്ങൾ ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ പോകാം. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വൈഫ് തയ്യാറായി റെഡിയായിട്ട് നിൽക്കുന്നു. ഞാൻ ഓർത്തു എന്ത് സംഭവിച്ചു എന്ന് ഓർത്തു. ഞാൻ ചോദിച്ചു സമയം എന്തായത്? ഒരു 7 മണി ആയി കാണുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 6:45 ആയപ്പോഴേക്കും അവൾ റെഡിയായിട്ട് നിൽക്കുന്നു.
അത്രയ്ക്കും ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ് ഇവിടെ കടന്നു വരുവാനും ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ നന്ദി. സഭയായിട്ടുള്ള സകല സ്നേഹവന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെട്ട് പറയട്ടെ. എബനേസർ മാഞ്ചസ്റ്ററിനെ കുറിച്ചും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഈ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട്, സഭകളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് എന്നെയും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബിജോയ് ടൈറ്റസിനെയാണ് സഭ നിയമിച്ചത്. അങ്ങനെ എനിക്ക് ലഭിച്ച സഭകളിലെ ഒരു ലിസ്റ്റായിരുന്നു എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി. ഞാൻ ആദ്യമായി ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് വർഗീസ് അങ്കിളിനോടാണ്. വളരെ പോസിറ്റീവായിട്ട് ആ പ്രോഗ്രാമിനെക്കുറിച്ച് എന്നോട് വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ആ പ്രോഗ്രാമിന് വളരെ വേണ്ടുന്ന എല്ലാ പിന്തുണകളും നൽകുകയും ചെയ്യാമെന്ന് വർഗീസ് അങ്കിൾ പറയുകയുണ്ടായി. ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും മുമ്പോട്ടുള്ള എൻ്റെ ഫോൺ വിളികളെല്ലാം ഞങ്ങൾക്ക് കുറിച്ച് നൽകിയത്. താങ്ക് യു അങ്കിൾ ഫോർ ദാറ്റ്. അതേപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ മറ്റ് സഹോദരന്മാരിൽ ലഭിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ജെറാൾഡ് അച്ചായൻ ഇന്നലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റാൻലി ചായൻ, സാംസ് റേഡിയോ വീണ്ടുന്ന ടെക്നിക്കലായിട്ടുള്ള ഞങ്ങൾക്ക് അഡ്വൈസുകളൊക്കെ നൽകുവാനുണ്ടായിരുന്നു. ജോജി ചാൻ, സാം, അഭിലാഷ്, ഇവരൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിന്നു. അതിനു വേണ്ടിയിട്ടുള്ള നന്ദി പ്രത്യേകം ഓർപ്പിക്കുന്നു. പേര് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. വളരെ സന്തോഷം. ഞങ്ങൾ സഭയിൽ നിന്ന് വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ചേർന്നൊരു പാട്ട് പാടും. അവരുടെ ഒരു സ്കിറ്റ് കൂടെ ഉണ്ട്. ആ സ്കിറ്റിന് വേണ്ടിയിട്ട് 1-2 പ്രോഗ്രാമുകൾക്ക് ശേഷം അവരെ ഇവിടെ ക്ഷണിക്കുന്നതായിരിക്കും. ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. വേണ്ടുന്ന എന്താവശ്യമുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി, അവർ നിങ്ങൾക്ക് റെഡിയാക്കി തന്നുകൊണ്ടിരിക്കും. നമ്മുടെ സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നത്. തയ്യാറായിക്കൊണ്ടേയിരിക്കുക. എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി മാഞ്ചസ്റ്റർ.